ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾക്കറിയാം നമ്മുടെ പഴയ കാലത്ത് നമ്മൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ കിട്ടിയിരുന്ന ഒരു ബിൽഡ് ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നും പുതിയ മൊബൈൽ തരുന്നില്ല. അത് നമ്മൾ കാണാനൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ മദർ ബോർഡ് ആയാലും ഡിസ്പ്ലേ ആയാലും മറ്റ് ബട്ടൺസുകളായാലൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അതൊരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾക്കറിയാം നമ്മുടെ മൊബൈലിൽ ഒട്ടുമിക്ക എല്ലാ തരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിലവിലിപ്പോൾ ഒരു മന്ദഗതിയിലാണ് ഇവരുടെ എന്താ പറയുക, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു മന്ദഗതിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നിലവിൽ ആകെ പറയാനുള്ള കാര്യം AI എന്നതാണ്. അപ്പോൾ AIക്കാണെങ്കിൽ ഈ ഫോണിൻ്റെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും വലിയ വ്യത്യാസമില്ല. സോഫ്റ്റ്വെയറും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ഒരു നിശ്ചിത അവധിക്കുള്ളിൽ തന്നെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയി തീരണം എന്നുള്ള ഒരു ആവശ്യം മുന്നേറി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് വെറുതെ പറയുന്നില്ല. ഇതിനു മുമ്പ് ആപ്പിൾ കമ്പനി ആയാലും ഏതൊരു കമ്പനി ആയിക്കഴിഞ്ഞാലും അവർക്ക് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആപ്പിൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അവരുടെ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് കുറയ്ക്കുകയും പിന്നീട് നാട്ടുകാരൊക്കെ കേസ് കൊടുത്തിട്ട്, നാട്ടുകാരല്ല യൂറോപ്യൻസ് കേസ് കൊടുത്തിട്ട് അതിന് വലിയൊരു പിഴത്തുക അടക്കേണ്ടവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, പണ്ട് കാലത്ത് ബൾബ് കണ്ടുപിടിച്ചിരുന്ന കാലത്ത് ആദ്യത്തെ ബൾബൊക്കെ എന്തുണ്ട്, പെട്ടെന്ന് നശിക്കുമായിരുന്നു. പിന്നീട് ലോങ് ടൈം ലൈഫുള്ള ബൾബുകൾ കണ്ടുപിടിച്ചു. അങ്ങനെ അത്തരം ബൾബുകൾ കമ്പനിക്കാർ വിട്ടു. അപ്പം ലാസ്റ്റ് കമ്പനിക്കാർക്ക് മനസ്സിലായി, ഈ ലോങ് ടൈം ലൈഫുള്ള ബൾബുകൾ ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ആ ബൾബ് കംപ്ലൈൻറ്റ് ആവാതെ വരികയാണെങ്കിൽ ആൾക്കാർ പുതിയ ബൾബ് വാങ്ങുന്നില്ല. അപ്പോൾ സെയിൽസിനെ വല്ലാതെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം നിശ്ചിത കാലാവധിക്കുള്ളിൽ നശിച്ചു പോകത്തില്ല. ഇത്ര മണിക്കൂർ, 3000 മണിക്കൂർ, 5000 മണിക്കൂർ, 10,000 മണിക്കൂറിനുള്ളിൽ ആ ഒരു ബൾബ് നശിച്ചു പോകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് എല്ലാ കമ്പനിയോട് കൂട്ടായ്മ തീരുമാനിച്ചു. അങ്ങനെ അവർ അത്തരത്തിലുള്ള ബൾബ് ഇറക്കി. അപ്പം നിലവിലെ മൊബൈൽ കമ്പനിയും ചെയ്യുന്നത് തന്നെയാണ്. അവരുടെ ഇതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം, നമ്മൾ ആദ്യം വന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് പിക്സലുടെ ഡിസ്പ്ലേ ആയിരുന്നു. പിന്നീട് ഡിസ്പ്ലേൻ്റെ പിക്സൽ കൂട്ടി വന്നു. അതിൻ്റെ ടെക്നോളജി മാറി, LCD ആയി, LED ആയി, പിന്നെ OLED ആയി തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്പ്ലേ വന്നു. അതുകൂടാതെ ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടും ഫോണുകൾ കംപ്ലൈൻ്റ് ആക്കുന്നുണ്ട്. അതിപ്പം കമ്പനി അറിഞ്ഞുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇപ്പം നിലവിൽ എല്ലാ ഫോണും നമ്മൾ പറയുകയാണെങ്കിൽ സാംസങ്ങിനുണ്ട്, ഐഫോണിനുണ്ട്, ബാക്കിയുള്ള ചൈനീസ് ഒരുവിധം എല്ലാ കമ്പനികൾക്കും ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ചൈനീസ് കമ്പനിയിൽ തന്നെ ഓപ്പോ, വിവോ തുടങ്ങിയിട്ടുള്ള കുഞ്ഞു ബ്രാൻഡുകൾ IQ പോലുള്ള ലെവലിൽ കുറവാണെന്ന് പറയാം. OnePlus, സാംസങ്, അതുപോലെ തന്നെ ഐഫോണിലൊക്കെ ഈ വരവ് എന്ന കാര്യം ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഐഫോണിലാണെങ്കിൽ വരവ് നിന്ന് മാത്രമല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ചിലപ്പം മദർ ബോർഡ് അടിച്ചു പോകാം, ഡിസ്പ്ലേ അടിച്ചു പോകാം, ഡിസ്പ്ലേ ചിലപ്പോൾ ഒറ്റ കളറായി മാറാം, കുറേ ലെൻസ് വരാം തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഐഫോണിലുണ്ട്. ഐഫോണിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇത്രയും എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ ഫോൺ പോലെയുള്ള ഐഫോൺ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 70,000 മുതൽ മുകളിലോട്ടാണ്. 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷത്തിനടുത്ത് വരെയുള്ള ഫോണുകളുണ്ട് ഐഫോണിൽ. അതായത് സ്റ്റോറേജ് 2 TB ഒക്കെയുള്ള ഫോണുകൾക്ക് 2 ലക്ഷത്തിന് മുകളിലാണ് പ്രൈസ് വരുന്നത്. ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും അവർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഏത് രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താലും യാതൊരു പ്രോബ്ലം വരില്ല എന്ന രീതിയിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോയ കാര്യം, നോർമലായിട്ട് നമ്മൾക്ക് അറിയാം, നമ്മുടെ സാധാരണ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ, ഒരു മിഡിൽ ക്ലാസ്സിന് താഴേക്കുള്ള ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു പോകുന്നത്. കാരണം തൊഴിലില്ലായ്മ വല്ലാതെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിത ചിലവാണെങ്കിൽ അത്രയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരനൊരു ഫോൺ വാങ്ങുന്നത് നോർമലായിട്ട് എന്താണ്, ഒരു 2-3 കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഈ 2-3 കൊല്ലെങ്കിലും ഒരു ഫോൺ എങ്ങനെ നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് ടിപ്പുകളും കാര്യങ്ങളാണ് തരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചാർജ് ചെയ്യുന്ന രീതി തന്നെയാണ്. അപ്പം എന്താ ചെയ്യുക, നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു 20% ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ തുടങ്ങാം. ഒരു 80% ആകുമ്പോൾ ആ ചാർജ് നിർത്തി വെക്കുക. നമ്മൾ പണ്ടത്തെ രീതിയിൽ കുറച്ച് വയസ്സായ ആൾക്കാർക്ക് ചെയ്യുന്നത് പോലെ ഇത് ഫുള്ളാക്കി തന്നെ ഊരുക, ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഓരോ പ്രാവശ്യം നിങ്ങളുടെ ബാറ്ററി 100% ആകുമ്പോഴും നമ്മുടെ ബോർഡ് ബാറ്ററിയുടെ മെമ്മറിക്ക് ഇത് കൊടുക്കും, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയെന്നുള്ളത്. അപ്പം ഈ ബാറ്ററിയിലൊരു അതിൻ്റെ ഒരു മെമ്മറി ഉണ്ടാകും. ഇത്ര സൈക്കിൾ ആയി കഴിയുമ്പോൾ അതിൻ്റെ പവർ കുറക്കണം, അല്ലെങ്കിൽ പവർ ഇല്ലാതാവുന്നുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് എന്ന് വെച്ചിട്ട് നമ്മളിപ്പം 0 മുതൽ 80 വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേങ്കിൽ നമ്മൾ 100 സൈക്കിൾ ആകുമ്പോഴാണ് അത് രജിസ്റ്റർ ആവുന്നത് അതിൻ്റെ. ഓക്കെ, അപ്പം രജിസ്റ്റർ ആയാലും ആയിട്ടെങ്കിലും ബാറ്ററി കുറേ കാലം ഉപയോഗിക്കുമ്പോൾ കേട് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം 100 തവണ ചെയ്യുമ്പോൾ ബാറ്ററി തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു പല നീക്കങ്ങളും ചെയ്യും. അത് നമ്മളുടെ ചാർജിങ് കപ്പാസിറ്റി ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ 20 മുതൽ 80, 85, 90 വരെ ചാർജ് ചെയ്യാൻ നോക്കുക. അതിന് മുകളിലേക്ക് കൊണ്ടുപോയി 100 മുട്ടിക്കുന്നത് നിങ്ങൾക്ക് ഒരു സൈക്കിൾ കൗണ്ട് ചെയ്യുന്നതിന് കാരണമാകും. ഓക്കെ, അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ കുത്തിയിട്ടിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നിലവിൽ കുത്തിയിട്ട് ഫോൺ വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കാതിരിക്കുക.
നിങ്ങൾക്കറിയാം നമ്മൾ ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഫോൺ നല്ലോണം ഹീറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ മൊബൈൽ ഡാറ്റയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഹീറ്റാകും. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ആവുന്ന ഒരു കാര്യമാണ്. അത് 2-3 ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ പോലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വളരെയധികം കംപ്ലൈൻ്റ് ആവുന്ന ഒരു നിലവിലെത്തും. അത് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് മൊബൈൽ ഡാറ്റ ഓണാക്കി വെച്ചിട്ട് ചാർജറിൽ കുത്തിയിട്ടിട്ട് നമ്മൾ ഹോട്ട്സ്പോട്ട് ഓണാക്കി ആ ഹോട്ട്സ്പോട്ട് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ 1-2 ദിവസത്തിൽ തന്നെ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി പറ്റും ബാറ്ററി അത്രയധികം മോശമാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ 1 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ ആ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാറ്ററി മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു രീതി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാന്ന് കാണിക്കും. പിന്നീട് ഫോൺ ചാർജ് കുത്തി വെക്കുമ്പോൾ എന്താവും, ആ ഒരു ഫോണ് പെട്ടെന്ന് 100% കാണിക്കും. അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ 10-20 മിനിറ്റ് ഉപയോഗിക്കുമ്പോഴേക്കും 50, 30, 20 ഫോൺ ഓഫായി പോകും. ആ ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ചാർജ് കുത്തിവെച്ചിട്ട് നിങ്ങൾ ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിടാനും നിങ്ങൾ പാടില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മൊബൈൽ ഡാറ്റയും ഹോട്ട്സ്പോട്ട് ഓണാക്കി വെക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. കുറച്ച് സമയത്തേക്ക് ഒരു അത്യാവശ്യത്തിന് ഫയലാക്കാൻ വേണ്ടിയിട്ടോ ജസ്റ്റ് ഒരു മെയിൽ നോക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നമ്മൾ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടോ മണിക്കൂറുകളോളം ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന് വലിയ കംപ്ലയിൻറ്റ് വരും. ആ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ ഫോൺ സ്ലോ ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോണിൽ ദിവസം, അതായത് ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ ഒരുപാട് ടെമ്പററി ഫയൽ കൂട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ ഒരു 128 GB സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ നിങ്ങൾ 1 GB വരുന്ന 100 സിനിമ അതിൽ സ്റ്റോർ ചെയ്താൽ പോലും അതിന് വലിയൊരു പ്രോബ്ലം വരില്ല. കാരണം എന്തേ, ഫയലുകൾ അത്രയേ ഉള്ളൂ. 1 GB വരുന്ന ഫയലാണ്, അത് 100 എണ്ണമാണ്. അപ്പം നമ്മൾക്ക് ഫോണിന് വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം ഫയലിൻ്റെ സൈസ് അല്ല നോക്കുന്നത്, ഫയലുകളുടെ എണ്ണമാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണ്, ഐഫോണിനെ സംബന്ധിച്ച് ആൻഡ്രോയിഡ് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആൻഡ്രോയിഡ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യും, ഓരോരു ഫയൽ കൂട്ടി വരും. ഇപ്പം നിലവിൽ നമ്മളുടെ ഫോണിൻ്റെ അകത്ത് ഇത്രയും ഫയൽ വരുമ്പോഴും ആ ഫയൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ പാട് വരും. അതിൽ ഏറ്റവും വില്ലനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജുകളാണ്. ഇമേജുകളും വീഡിയോയും. നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മളെ ഫോണിലേക്ക് സേവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനിലോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് തമ്പനെയിൽ, നമ്മൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യും. നിലവിലിപ്പോൾ HD വീഡിയോയ്ക്ക് ആണെങ്കിൽ 1 MB അടുത്ത് സൈസ് വരുന്ന തമ്പനെയിലായിരിക്കും. അതുപോലെ തന്നെ വലിയ ഫോണുകളിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം S23 Ultra, S24 Ultrയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഐഫോണല്ല ആൻഡ്രോയിഡ് ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ തമ്പനെയിൽ തന്നെ ഏകദേശം ഒരു MB അടുത്ത് വരുന്ന തമ്പനെയിലുകൾ ചിലപ്പം ഹൈ ക്വാളിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്തരത്തിൽ തമ്പനെയിലുകളൊക്കെ കൂടുമ്പോൾ വെറുതെ നമ്മുടെ ഫോണിൻ്റെ ഫയൽ അത്രയും കൂടുകയാണ്. അത് ഫോൺ ഹാങ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമാണ്. ഇപ്പോൾ നമുക്ക് നല്ലോണം ഹാങ് ആകുമ്പോഴാണ് നമ്മുടെ ഫോൺ ഏകദേശം അധികം ആൾക്കാരും പറയാറുണ്ട്, ഫോണൊക്കെ പഴയതായി, ഇപ്പോൾ പെട്ടെന്ന് വല്ല ഭയങ്കര ഹാങ്ങാണ്. ഈ ഹാങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഫയലുകളുടെ എണ്ണം കൂടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഇമേജുകൾ, വേണ്ടാത്ത സ്ക്രീൻഷോട്ടുകൾ ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്ലിക്കേഷൻസുകളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെ നോർമലായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഫോണിൻ്റെ CPU ആണ്. അപ്പോൾ നമ്മൾ വേണ്ടാണ്ട്, പ്രത്യേകിച്ചിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യും, വാട്സപ്പ് ആയാലും നമ്മൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് നിരന്തരം ഓരോ സെക്കൻഡിലും മില്ലി സെക്കൻഡ്സിലും അതിൽ സെർവറായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഓൺലൈനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പതുക്കെ ലാഗാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നുകിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ, പക്ഷേ നമ്മൾക്ക് വാട്സപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ അതിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ചില ആപ്ലിക്കേഷനുകൾ അത് ഇന്ന് ഇവിടെ പറ്റും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസേജ് ഉണ്ടാവുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും, ചിലപ്പോൾ നമ്മൾ ഈ ചൈനീസ് ഫോണുകൾക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കുറേ ആപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട്, ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്നാപ്ചാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോയും ഫിൽറ്ററിനും വേണ്ടി മാത്രമേ നമ്മൾ അധികം ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്തരത്തിൽ സ്നാപ്ചാറ്റിൻ്റെ ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഫോൺ ഹാങ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ ടെമ്പററി ഫയൽ ക്ലിയർ ചെയ്യുക ഇല്ലെന്നാണ്. അപ്പം നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ടെമ്പററി ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അത് കൃത്യമായ ഇടവേളകളിൽ അത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കിയിട്ട് ആ ടെമ്പററി ഫയലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയുക. അതുപോലെ തന്നെ
ചില ആൾക്കാരുണ്ട്, അവർ ഫോട്ടോ എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഫോട്ടോ എടുക്കും, പിന്നീട് അത് ഗാലറി അതുപോലെ തന്നെ കിടക്കും. അതിൽ 1-2 വേണ്ടത് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഡിലീറ്റ് ആക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള ഫോട്ടോകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ഇത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെയാണ് നിങ്ങളുടെ ഫോണിനെ സ്ലോ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. അതായത് ആപ്ലിക്കേഷനും ടെമ്പററി ഫയലാണ് നിങ്ങളുടെ ഫോണിനെ മെയിനായിട്ട് സ്ലോ ആക്കുന്നത്. പിന്നെയുള്ളത് കാര്യം, അത് പിന്നെ അധികം പേരും ബാധിക്കുന്നില്ല. അതായത് നമ്മൾക്കറിയാം നമ്മളുടെ നിലവിലുള്ള ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി UFS 3.0 അതിൻ്റെ മുകളിലോട്ട് 2.2, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന നോർമലായിട്ട്. എന്നാലും പുതിയ ഫോണിലൊക്കെ UFS 3.0 മുകളിലോട്ടാണ് 4.0 വരെ നമ്മൾക്കിപ്പം ലഭ്യമാണ്. അപ്പോൾ അത്രയും ഫാസ്റ്റുള്ള ഒരു സ്റ്റോറേജിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പഴയ മെമ്മറി, പഴയ കാലത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പഴയ ഫോണിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു SD കാർഡ് നിങ്ങളുടെ ഫോണിലിടുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് കുറക്കാൻ കാരണമാകും. കാരണം ഈ SD കാർഡ് നിലവിലെ സ്റ്റോറേജിനെക്കാട്ടിയും സ്പീഡ് കുറഞ്ഞ സ്റ്റോറേജ് ആകുമ്പോൾ നമ്മൾക്ക് ഓരോ സമയത്തും ഫോൺ ആക്സസ് ചെയ്യുമ്പോൾ ഇതിൽ കിടക്കുന്ന ഡാറ്റയും കൂടി ഉദാഹരണത്തിന് ഗാലറി തുറക്കുകയാണെങ്കിൽ ഇതിൽ കിടക്കുന്ന ആ ഒരു ഫോട്ടോസും കൂടി ഇതിലേക്ക് കാണിക്കേണ്ടി വരും. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറി കാർഡ് കറപ്റ്റ് ആണെങ്കിൽ അത് വളരെയധികം നിങ്ങളുടെ ഫോണിൽ ബാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ് നോക്കുക. ഒരു ക്ലാസ് 10 ഒക്കെയാണ് കുഴപ്പമില്ല, ക്ലാസ് 4 അതിൽ താഴേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഭയങ്കര ലാഗി ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ആ മെമ്മറി കാർഡ് ഫോണിൽ നിന്ന് ഊരി മാറ്റിക്കളയുക. പഴയ മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്ലോ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഫോണുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ചധികം കാലം ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ബട്ടൺസുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനുള്ളത്. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ അധിക പേരും ഫോൺ അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പവർ ബട്ടണാണ്. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അധിക ഫോണിൻ്റെയും ബട്ടൺസ് കംപ്ലയിൻ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഈ വോളിയം കീസിൻ്റെയും വോളിയം കീയും കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പവർ ബട്ടണും വോളിയം കീയും അതിന് പ്രത്യേക ഒരു യൂസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫോൺ എപ്പോഴെങ്കിലും ഹാങ് ആവുകയാണെങ്കിൽ, പുതിയ ടൈപ്പ് ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ബാറ്ററി ഒന്നും ഊരിക്കളയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതായത് ഇൻബിൽട്ടായിട്ട് വരുന്ന ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് പഴയ ഫോൺ പോലെ പെട്ടെന്ന് ബാക്ക് കവർ ഓപ്പൺ ചെയ്ത് ബാറ്ററി എടുത്തിട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കാനോ സാധിക്കില്ല. എന്തെങ്കിലും ഹാങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജ് തീരുന്നവരെ അങ്ങനെ വെച്ചിരിക്കണം. അല്ലാതെ നമ്മൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ കീയും വോളിയം അപ്പും വോളിയം ഡൗണും കീ ഉണ്ട്. ഈ 3 കീസ്, വോളിയം അപ്പ്, വോളിയം ഡൗൺ, പവർ കീ, ഇത് 3ഉം 7 സെക്കൻഡ് സമയത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനി ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, IQ ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, ഏത് കമ്പനി ആയാലും ശരി, റിയൽമി ആയിക്കോട്ടെ, ഏത് കമ്പനി ആയാലും നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ടായി കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീസിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പം ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും നോട്ടിഫിക്കേഷൻ പാനലിൽ തന്നെ നമുക്ക് ആ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ വോളിയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു വട്ടം മാത്രം വോളിയം കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയൊരു പോപ്പപ്പ് വരും വോളിയം കൺട്രോളിൻ്റെ. ആ കൺട്രോൾ ഉപയോഗിച്ച് വോളിയം കുറക്കാനും കൂട്ടാനും നോക്കുക. ഈ വോളിയം തന്നെ പ്രസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വോളിയം കൂട്ടുന്നതും കുറക്കുന്നതും മാക്സിമം ഒഴിവാക്കുക. ഒരു തവണ വോളിയം പ്രസ് ചെയ്യുക, ആ വരുന്ന വിൻഡോയിൽ നിന്ന് നിങ്ങൾ വോളിയം കൂട്ടും കുറക്കും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫോണിൽ പവർ ബട്ടൺ എപ്പോഴും ഉപയോഗിച്ചിട്ട് സ്ക്രീൻ ഓൺ ആക്കുന്നതിന് പകരം വേക്കപ്പ് സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫോണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ റേസ് ടു വേക്കപ്പ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. നിങ്ങളുടെ സെറ്റിങ്സിൽ വേക്കപ്പ് എന്ന് WAKE വേക്ക് എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്ക്രീൻ ഓണായി വന്നിട്ട് ലോക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഫോൺ തിരിച്ച് വെക്കുകയാണെങ്കിൽ ആ ഫോണിൽ ലോക്ക് ഓഫ് ആവും. നമ്മളിപ്പം കമഴ്ത്തി വെച്ചത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഓണായി വരുന്നൊരു പരിപാടിയാണ് വേക്കപ്പ് സ്ക്രീൻ എന്നുള്ളത്. ഇത് നമ്മുടെ ഫോണിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നിലവിലിപ്പം റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഈ ബട്ടൺസും പവർ ബട്ടണും വോളിയം ബട്ടണും പവർ ബട്ടണും ഒക്കെ പോയാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരു ഒരു പവർ തീർന്നു വെക്കുക. പിന്നെ അധികം ആൾക്കാർക്കും അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ പെട്ടെന്ന് മാറ്റാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സെറ്റിങ്സ് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് പവർ ബട്ടണ് ഉപയോഗം മാക്സിമം കുറക്കുക, വേക്കപ്പ് സ്ക്രീൻ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വോളിയം കൂട്ടുമ്പോൾ കുറക്കുമ്പോഴും ഒരു പ്രാവശ്യം മാത്രം പ്രസ് ചെയ്യാം. ബാക്കിയുള്ളത് ആ ഒരു പോപ്പപ്പ് വിൻഡോയിൽ മാത്രം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫോൺ ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അധിക ഫോണുകൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് ആവുന്നത്, മദർ ബോർഡ് അടിച്ചു പോകുന്നത്, ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്, ഇതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നിലവിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ സാധാരണ ഒരു ഉപയോക്താവാണെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ നമ്മൾക്കറിയാം, ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറയുന്നത്, അതായത്
ഹാക്കിങ്ങുകൾ, മറ്റുള്ള വെബ്സൈറ്റിൽ കയറുമ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ഒന്ന്, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ ഒരിക്കലും നമ്മൾക്ക് അറിയാത്ത വല്ല കമ്പനിയൊക്കെ അയക്കുന്ന മെസ്സേജുകളാണെങ്കിൽ നിങ്ങൾ തുറന്നു നോക്കാതെ ആ സമയത്ത് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും മോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പുറത്തുള്ള സൈറ്റുകളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. നാലാമത്തത്, നിങ്ങളുടെ മെയിൻ ബ്രൗസറായിട്ടുള്ള ക്രോം, നിങ്ങൾക്കറിയാം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഏതിലാണോ ഫോൺ നിങ്ങൾ ഏത് ഇമെയിലാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതേ ഇമെയിലായിരിക്കും നിങ്ങളുടെ ക്രോമും ലോഗിൻ ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ കണ്ട വെബ്സൈറ്റുകളും കയറി ഇറങ്ങുകയാണ്. പ്രത്യേകിച്ചിട്ട് പ്രോൺ സൈറ്റിലൊക്കെ കയറുന്ന ആൾക്കാരുണ്ട്, സെക്സ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവർ ഈ ഒരു ബ്രൗസർ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ വഴി നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തീർത്തും ഇങ്ങനത്തെയൊക്കെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. അതായത് മറ്റുള്ള ബ്രൗസറുകളുണ്ടാവും, നിങ്ങൾക്ക് ബ്രൈവ് പോലത്തെ ബ്രൗസറുകളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ ഈ ക്രോം വെച്ചിട്ട് തന്നെ എല്ലാ പരിപാടിയും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിനെ സാരമായിട്ട് ബാധിക്കും. അപ്പം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പുറത്തുള്ള അറ്റാക്കുകൾ മാക്സിമം ചുരുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലാതെ വരുന്ന അറ്റാക്കുണ്ട്, നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന രീതി, അത് അത്രയും കൊലകൊമ്പന്മാരായിട്ടുള്ള ഹാക്കർമാർ ചെയ്യുന്നതാണ്. അതിന് മുമ്പിൽ നമുക്ക് എന്തായാലും പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പോയിക്കോട്ടെ നോക്കണം. ഇപ്പം നമ്മൾ എന്തൊക്കെ ഇൻഷുറൻസ് എടുത്താലും ഏതൊക്കെ ഹെൽമെറ്റ് വെച്ചാലും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാര്യമായിട്ട് പുറത്ത് സൈഡിൽ നിന്ന് ഒരു അടി കിട്ടി നമ്മൾ മരിച്ചു പോയില്ലേ, അതുപോലൊരു അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും തടയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പുതിയ ഫോണാണെങ്കിൽ നിങ്ങൾ 1 വർഷത്തേക്ക് നിങ്ങൾ മാക്സിമം 1 വർഷം 2 വർഷത്തേക്ക് നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഒരു ഫോണിനെയും, ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, സാധാരണ ഫോൺ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഫോണിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. പല ആൾക്കാരും സെക്യൂരിറ്റി റീസൺ വെച്ചിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. സത്യത്തിൽ ശരി തന്നെയാണ്, നമ്മൾ തീർച്ചയായിട്ടും എത്തിക്കലായിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറയേണ്ടത്. പക്ഷേ നിലവിൽ നമ്മളുടെ അവസ്ഥയും ഞാൻ പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെതിരെ പറയുന്ന ആൾക്കാരായിരിക്കാം അധികം കമൻറ്റ് ബോക്സിൽ. എന്നാലും ഞാൻ പറയേണ്ടത് പറഞ്ഞതേ ഉള്ളൂ. കാരണം എനിക്കറിയാം, കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പൈസ ഉണ്ടാക്കുന്ന EMI അടക്കുന്നതൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഫോണും കൂടി കംപ്ലൈൻ്റ് ആയിട്ട് വീണ്ടും ആ ഫോൺ നന്നാക്കാൻ വേണ്ടി മറ്റൊരു പൈസ ചിലവാക്കുന്ന കാര്യം വളരെ ദുഷ്കരമായ കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ് കേൾക്കേണ്ടി വരും. സ്വന്തമായി ജോലിയുള്ളവരാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുതിയ ഫോണുകളാണെങ്കിൽ, അതായത് ഐഫോണിൻ്റെ ഒരു 13 മുതൽ മുകളിലോട്ടുള്ള ഫോണുകളാണെങ്കിൽ മാക്സിമം അത് കാറിൻ്റെ ഡാഷ്ബോർഡിൽ, അതുപോലെ തന്നെ ബൈക്കിലൊക്കെ പോകുമ്പോൾ അതിന് ഡാഷ്ബോർഡിൽ വെക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അല്ലെങ്കിൽ ബൈക്കിൽ നമ്മൾ സാധാരണ കൊണ്ടുപോകുമ്പോൾ മാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ബൈക്കിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ പുതിയ ഫോണുകളിലൊക്കെ അതിൻ്റെ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരുപാട് തവണ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ഫിസിക്കലായിട്ട് ക്യാമറേനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സംവിധാനം സ്റ്റെബിലൈസേഷൻ വരിക, അല്ലാതെ ഇലക്ട്രോണിക്കും കൂടിയുണ്ട്. പക്ഷേ ഇങ്ങനെ ഫിസിക്കലായിട്ട് വരുന്ന ആ ഒരു സ്റ്റെബിലൈസേഷന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ആൺകുട്ടികളോടാണ് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ടൈറ്റിലെ ജീൻസ് പാൻറ്റൊക്കെ ഇടുമ്പോൾ അതിൽ പോക്കറ്റ് വെച്ചിട്ട് ബൈക്കിൽ സഞ്ചരിക്കാതിരിക്കുക. കാരണം ഈ പോക്കറ്റിൽ വെച്ചിട്ട് ഈ പാൻറ്റും ഫോണും നമ്മൾ ടൈറ്റായി നിൽക്കുമ്പോൾ ഡിസ്പ്ലേക്ക് പ്രോബ്ലം വരാൻ തുടങ്ങും. പിന്നീട് ഗോസ്റ്റ് കീ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങും. അത് നമ്മൾ തൊടാതെ പലയിടത്തും ഞെങ്ങുക, ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ പ്രസ് ആവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇത് വരുന്ന മറ്റൊരു ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ കോളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെഡിൽ തന്നെ ഫോൺ ഇടും. പിന്നീട് നമ്മൾ കിടക്കുമ്പോൾ ഈ ഫോണിൻ്റെ മുകളിലേക്ക് കിടന്നിട്ട് ഫോണിൻ്റെ മുകളിൽ തിരികെ മറിയുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഗോസ്റ്റ് ടച്ച് എന്ന് അതിന് പറയാം. ഗോസ്റ്റ് ടച്ച്, പ്രേതം തൊടുക എന്നുള്ള ഒരർത്ഥത്തിൽ. അതായത് കണ്ടമാനം നമ്മൾ തൊടാത്ത ഫംഗ്ഷനിൽ തൊടുക, ആക്റ്റീവ് ആവുക തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഈ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ മാക്സിമം ഫോണ് നമ്മുടെ ദേഹം കയറി, അതിൽ നമ്മളെ കുറച്ച് ദൂരെ വെക്കുക. ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലിന് ഉയർന്ന ഏതെങ്കിലും ഭാഗം വരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ ടേബിളിലോ അടുത്തെവിടെയെങ്കിലും വെക്കുക. അല്ലാണ്ട് ബെഡിൽ വെക്കരുത്. കാരണം നമ്മൾ എപ്പോഴായിട്ടും അതിൻ്റെ മുകളിൽ കയറി തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. പിന്നീട് പറയേണ്ട കാര്യത്തിൽ നല്ലൊരു കവർ ഇടുക. അതായത് നിങ്ങളുടെ ഇപ്പം നമ്മൾക്കറിയാം അധികം ഫോണിൻ്റെയും ക്യാമറ ബമ്പ് കുറച്ച് പൊന്തിയിരിക്കുന്ന ഒരു സൈസിലാണ്. അപ്പോൾ ആ ഒരു ക്യാമറ ബമ്പും കൂടി കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള കവർ തന്നെ ഇടുക. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ മുകളിലേക്കും കുറച്ച് ഉയർന്നു നിൽക്കുന്ന കവർ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുവിധം ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഗോസ്റ്റ് ടച്ചിൻ്റെ പ്രശ്നം ഫോണിന് വരുന്നത് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഈ പോക്കറ്റിൽ ഫോൺ ഇടുമ്പോഴും ആ ഒരു കവറിങ് കുറച്ചൊന്ന്
ഫോണിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും സ്ക്രീൻ പ്രസ് ആവാതിരിക്കാനുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അധികം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾ ബൈക്കിൽ കയറുമ്പോൾ പിറകത്തെ സീറ്റിലിരിക്കുക, നമ്മൾ കാല് പൊക്കി വെച്ച് കയറിയിരിക്കുന്ന സമയത്തൊക്കെ ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോസ്റ്റ് ടച്ച് എന്നുള്ള പ്രോബ്ലം വരാം. ഇത് ഏറ്റവും കൂടുതൽ സാധാരണ വന്നു കണ്ടിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോണുകളിലാണ്. ഐഫോണിനേക്കാളും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.